അപ്പൊ ആരുടെ പോയും വരും ചെയ്യുന്ന ഞാൻ ഇറങ്ങിയല്ലോ. ഞാൻ അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ പോയും വരും ചെയ്യല്ലേ. ഓക്കെ. സോ ഇന്നലെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് റീകൺസിലേഷൻ ആണ്. ഇന്നത്തെ ചാപ്റ്റർ 13th ചാപ്റ്റർ, പോക്കറ്റ് നോട്ട്സിൽ 7th ആണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫിനാൻസ് കോസ്റ്റ്. അപ്പൊ അതില് ഞാൻ ഓൾറെഡി വീഡിയോ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത് ജേർണൽ എൻട്രീസ് ആണ്. ജേർണൽ എൻട്രീസിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എക്സാം പെർസ്പെക്റ്റീവില് 2 കാര്യങ്ങളാണ് ഉണ്ടാവുക, റൈറ്റ്സ് ഇഷ്യൂവും ബോണസ് ഇഷ്യൂവും. റൈറ്റ്സ് ഇഷ്യൂവിന്റെ പ്രത്യേകത എന്താണ്? കുറച്ച് നമ്മൾ പൈസ എന്തായാലും വാങ്ങും, മാർക്കറ്റ് വാല്യൂവിനെയും കാട്ടി താഴെ ആയിരിക്കും, പക്ഷെ എന്താണ് നോമിനൽ വാല്യൂവിന്റെ മുകളിലായിരിക്കും. അതായത് ഷെയർ പ്രീമിയം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ജസ്റ്റ് മൊമെന്റ് ഇപ്പൊ വരാം. ഓക്കെ. അപ്പൊ നോമിനൽ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എത്രയാണോ എമൗണ്ട് ഇട്ട് അതിനാണ് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ കമ്പനിയുടെയും എന്തായിരിക്കും $1 ആയിരിക്കും, അല്ലെങ്കിൽ $0.5 ആയിരിക്കും. അതിനാണ് നോമിനൽ വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ പാർ വാല്യൂ എന്നൊക്കെ പറയും. ഓക്കെ. ആ പാർ വാല്യൂവിനെയും കാട്ടിയും എത്രത്തോളം അധികം വാങ്ങുന്നോ അതിനാണ് എന്ത് പറയുന്നത്? ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. ഇതിപ്പം $1 നമ്മൾ 1.25 കൊടുക്കുന്നെങ്കിൽ ആ 0.25 ആണ് എന്ത്? ഷെയർ പ്രീമിയം. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ ഷെയർ പ്രീമിയം ഗ്രൂപ്പ് 2 അക്കൗണ്ട് ആണ്, കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ ഷെയർ ക്യാപിറ്റലും ഓൾവേസ് ഗ്രൂപ്പ് 2 ആണ്, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. നമ്മുടെ കയ്യിൽ ക്യാഷോ ബാങ്കോ കിട്ടും, അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യും. ഇനി ബോണസ് ഇഷ്യൂന്റെ കേസിലാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഈ ഫ്രീ എന്നുള്ളത് എൻറ്റയർലി ഫ്രീ അല്ല, നമ്മൾ അതിനെന്ത് ചെയ്യും? ഷെയർ പ്രീമിയത്തിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്വിറ്റി റിസർവ്സ് എന്ന് പറയുന്ന ഇൻകം അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? അത് സെറ്റ് ഓഫ് ചെയ്യും. അപ്പൊ അത് എടുക്കുന്നുണ്ട് ഗ്രൂപ്പ് 2 കാറ്റഗറി കുറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡ് ചേർക്കും. ഓക്കെ അല്ലേ? പിന്നെ ക്രെഡിറ്റ് എന്താണ് പോവുക? ഷെയർ ക്യാപിറ്റലാണ് പോവുക, ഷെയർ അക്കൗണ്ട് അല്ല, ഷെയർ ക്യാപിറ്റലാണ് ക്രെഡിറ്റ് സൈഡ് വരിക. അപ്പൊ ഇതാണ് ബോണസ് ഇഷ്യൂടെയും റൈറ്റ്സ് ഇഷ്യൂടെയും ജേർണൽ എൻട്രീസ്. ഓക്കെ. ഇനി ഇക്വിറ്റി റിസർവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ഇക്വിറ്റി റിസർവ്സ് ഉണ്ട്, ക്യാപിറ്റൽ റിസർവും റവന്യൂ റിസർവും. ഓക്കെ. ക്യാപിറ്റൽ റിസർവിനെ കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾ അത് ആർക്കും കൊടുക്കാതെ നമ്മളെ കയ്യിൽ തന്നെ വെക്കുന്നുണ്ടെങ്കിൽ അതാണ് ക്യാപിറ്റൽ റിസർവ്. അതായത് ഷെയർ പ്രീമിയം, റീവാലുവേഷൻ സർപ്ലസ് ഒക്കെ ക്യാപിറ്റൽ റിസർവ്സ് ആണ്. പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണെന്ത്, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനൊക്കെ എടുക്കുന്നതാണെന്ത്? റവന്യൂ റിസർവ്. ഓക്കെ. അപ്പൊ റവന്യൂ റിസർവ് ചിലപ്പോൾ നമ്മൾ കൂട്ടിവെച്ച പ്രോഫിറ്റ് ആയിരിക്കാം, അതായത് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിരിക്കാം. അതേപോലെ ഇൻവെന്ററി നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, ഡാമേജ് ആയ ഇൻവെന്ററി ഒക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കാം. പിന്നെ ജനറൽ റിസർവ് ഒരു സ്പെസിഫിക് പേർപ്പസും ഇല്ല, പക്ഷെ ആസ് ഇൻ വെൻ റിക്വയർഡ് നമുക്ക് ഡിവിഡൻഡ് ആയിട്ടും പിന്നെ ഡയറക്ടർ റെമ്യൂണറേഷൻ ആയിട്ടും ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് ജനറൽ റിസർവ്. ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണെങ്കിൽ എല്ലാരും തംസ് അപ്പ്. നമ്മളെ ക്വസ്റ്റ്യൻ മുതലാണ് തുടങ്ങുന്നതെന്നൊന്ന് പറഞ്ഞേ. ഷെയർ ക്യാപിറ്റലൊക്കെ പഠിച്ചായിട്ട് ഓർമ്മയുണ്ട്. തിയറി അല്ല, ഒരു ഇക്വേഷൻ പോലെ ക്ലോസിംഗ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് പ്ലസ് P&L മൈനസ് ഡിവിഡൻഡ് പെയ്ഡ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് ഇത് കണ്ടുപിടിക്കുക. ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക, ഓപ്പണിംഗ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ഓക്കെ. 271 അത് മനസ്സിലായിട്ടില്ലേ? മനസ്സിലായവരൊക്കെ ഒന്ന് തംസപ്പെട്ടെ. ഗിയറിംഗ് കമ്പനി ഹാഡ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ഇതും സെയിം അവസ്ഥയാണ്. പിന്നെ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് എന്ന് പറയുന്നത് ഇത് വളരെ ഈസിയാണ്. 278 an entity made an issue of 20,000 $1 equity shares at a price of 1.75 അല്ലെ? അപ്പൊ ഇവിടെ $1 എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലിൽ പോവും, 0.75 എന്ന് പറയുന്നത് ഷെയർ പ്രീമിയത്തിൽ പോവും. ഇനി എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻറ്റു 20,000 എന്നുള്ള ലെവലിൽ ചെയ്യുക. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് തംസപ്പെട്ടെ. വളരെ ഈസി അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് 279.
An entity, Taylor Company, has issued 25,000 equity shares with a nominal value of 0.5 each and a share premium account balance of 100,000. അപ്പൊ ഇവിടെ ഷെയർ പ്രീമിയത്തിൽ ഓൾറെഡി ഒരു 100,000 ബാലൻസ് ഉണ്ട്. അതിന് പുറമെ എന്ത് ചെയ്തു? 25,000 ഇക്വിറ്റി ഷെയർസ് നോമിനൽ വാല്യൂല് വിറ്റു അല്ലെ? അപ്പൊ എന്താണ് നിങ്ങളുടെ നോമിനൽ വാല്യൂല് വിറ്റു? എന്താണ് നിങ്ങളുടെ ബോണസ് ഷെയർ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ 1 for 4 ഷെയർ ഹെൽഡ്? അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ ഒരു ഫ്രാക്ഷന്റെ ഡീറ്റെയിൽ കാണുമ്പോൾ അപ്പം തന്നെ അവിടെ എഴുതി വെക്കുക. 1 for 4 എന്ന് പറയുമ്പം 1/4. ക്ലിയർ? ഓക്കെ അല്ലേടാ? 1/4 എന്ത് ചെയ്തത്? ഷെയർ ഇഷ്യൂ നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ 1/4 ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളാണ് അവർക്ക് ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം ബാലൻസ് ഉണ്ടാവാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത്രയും ഓക്കെ അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കാം, 25,000 into 0.5 ആയിരിക്കും ബോണസ് ഇഷ്യൂയുടെ വാല്യൂ. അതിൽ ഡൗട്ട് ഇല്ലല്ലോ? അത് ഓക്കെ അല്ലേ? അതായത് നോമിനൽ വാല്യൂ ആണ് എന്ത് ചെയ്യാ നമ്മള് എടുക്കുക അല്ലെ? അപ്പൊ അത് എത്രയാ കിട്ടുന്നേ? 25,000 into 0.5 എത്ര കിട്ടുക? വേഗം പറയടാ. 250,000 അല്ലേ? സോറി, 250,000. 250,000 into 0.5 എത്രയാണ്? 125,000. 500,000. 125,000. 125,000. ഓക്കെ, സോ 125,000 ആണ് എന്ത്? 250,000 into 1/4 കൂടെ ചെയ്യണം. അപ്പം 250,000 into 1/4 into 0.5 എത്ര വരുന്നേ? കറക്റ്റ് ആണ്. ഒന്നിക്കിൽ 125,000 into 1/4 ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം 1/4 into ചെയ്തിട്ട് 0.5 ചെയ്യാം. രണ്ടും കറക്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ 31,250 ആണ് എന്ത്? ബോണസ് ഇഷ്യൂടെ വാല്യൂ. അപ്പൊ ഷെയർ ക്യാപിറ്റൽ 31,250യും ഇനി ഷെയർ പ്രീമിയത്തിൽ എത്ര ബാലൻസ് ഉള്ളത്? ഷെയർ പ്രീമിയത്തിൽ എത്രയാണ് എടുക്കുക? 31,250 തന്നെയാണ്. നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഈ 100,000 മൈനസ് ഒക്കെ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ വാല്യൂ തെറ്റിയേ. അപ്പൊ ഷെയർ പ്രീമിയത്തില് 31,250, ഷെയർ ക്യാപിറ്റലിലും എത്രയാണ്? 31,250 ആണ്. അപ്പൊ നമ്മളുടെ ആൻസർ ബി. ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണെങ്കിൽ 100,000 3% $1 redeemable preference share എന്ത് ചെയ്തു? വിറ്റു അല്ലെ? അപ്പം ഇത് നമ്മൾ എവിടെയാണ് ഗ്രൂപ്പ് ചെയ്യാം? സി, റെഡീമബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പേ ബാക്ക് ചെയ്യണം അല്ലെ? റീപേയ്മെന്റ് ഓബ്ലിഗേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എന്തായിട്ടാണ് കൂട്ടുക? നമ്മള് നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ടാണ് കൂട്ടുക. അപ്പൊ ആൻസർ ഏതായിരിക്കും? പറ. 3% redeemable preference share 98 cents per share വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? നമ്മള് വിറ്റത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് ആണ് അവര് ചോദിക്കുന്നത്. നമ്മളെ കയ്യിൽ അപ്പൊ എത്ര കിട്ടും? 100,000 into 0.98. ഓക്കെ അല്ലെ? അപ്പൊ 98,000 ഉണ്ടാവും. ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യും? ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യും? 98,000 കയറും. അതേപോലെ അതിനെ നമ്മള് ലയബിലിറ്റി ആയിട്ടും കാണിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ പറഞ്ഞോളൂ. ശരിക്കും ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒരു ഇൻഹെറന്റ് ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടാ. ഇത് വെറും ഇങ്ങനെയല്ല. നിങ്ങൾ FR ഒക്കെ എത്തുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇതിനെ പറ്റിയിട്ടൊക്കെ. ഇത് ഓക്കെ ആണെങ്കിൽ റേസ് യുവർ ഹാൻഡ്സ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ പോർഷൻ കണ്ട ഡിസ്ക്ലോഷർ നോട്ട്സ് എന്നായിട്ട് ഇത് പഠിക്കണമെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെ എൻഡിലും ഡിസ്ക്ലോഷർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവം ഉണ്ട്. അതിലെങ്കിൽ പിന്നെ അതായത് എനിക്ക് തോന്നുന്നു ചാപ്റ്ററിൽ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റാണ് ഹെഡിങ് ഉള്ളത്. അപ്പൊ അതിന്റെ അടിയിലുള്ള ഓരോ ചാപ്റ്ററിന്റെ അടിയിലുള്ള സംഭവങ്ങളാണ് ഈ ഹെഡിങ്ങിന്റെ താഴെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, സോ മേക്ക് ഷുവർ യു റീഡ് ഇറ്റ്. ഈസി തിയറി മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളുടെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഓക്കെ ആവണമെങ്കിൽ നിങ്ങൾ റിസീവബിൾസ്, പേയബിൾസ് ഇങ്ങനത്തെ ചാപ്റ്റർ ഒക്കെ ഓക്കെ ആണ്. എന്നാലാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് നിങ്ങൾക്ക് വേഗം പഠിച്ചു തീർക്കാൻ പറ്റുക. കേട്ടോ?
അടുത്തത് എസ് സെക്ഷൻ ബിയില് വില്ലോ കമ്പനി 2 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് എസ് ക്വസ്റ്റ്യനില് ടാസ്ക് 2. ഓക്കെ, ടാസ്ക് 2 ആണ്. ഈ ടാസ്ക് 2ല് നമുക്ക് തന്നിരിക്കുന്ന ഇക്വിറ്റി ഷെയർസ് തന്നിട്ടുണ്ട്, ഷെയർ പ്രീമിയം തന്നിട്ടുണ്ട്, റീവാലുവേഷൻ സർപ്ലസ് തന്നിട്ടുണ്ട്, റീറ്റെയിൻഡ് ഏർണിംഗ്സ് തന്നിട്ടുണ്ട്, ഡിവിഡൻസ് പെയ്ഡ് തന്നിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ ഇയർ വില്ലോ കമ്പനി എന്ത് ചെയ്തു? 145 ബോണസ് ഇഷ്യൂ നടത്തി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ആ ഒരു ടൈമിലുള്ള ജേർണൽ എൻട്രി ആഫ്റ്റർ ബോണസ് ഇഷ്യൂ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഫില്ല് ചെയ്യാം. അപ്പൊ കുറെ ആൾക്കാർ എന്ത് പൊട്ടത്തരം ചെയ്യും? അയ്യോ, ബാങ്കിന്റെ കോളം തന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഫില്ല് ചെയ്യണ്ടേന്ന് വിചാരിക്കും. പക്ഷെ ഫില്ല് ചെയ്യണ്ട. കാരണം എന്താ? ബോണസ് ഇഷ്യൂ ആണ്. ബോണസ് ഇഷ്യൂന് എന്തില്ല? ഇവിടെ ബോണസ് ഇഷ്യൂന് എന്തുണ്ടാവില്ല? ഒരിക്കലും ബോണസ് ഇഷ്യൂന് ക്യാഷ് ഇൻവോൾവ് ആവില്ല. ഓക്കെ, സോ ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മാത്രം തന്നതാണ്. റീറ്റെയിൻഡ് ഏർണിംഗ്സും ഇൻവോൾവ് ആവില്ല. റിസർവ്സ് അല്ലെങ്കിൽ ഷെയർ പ്രീമിയം, ഈ രണ്ടിലൊന്നാണ് ബോണസ് ഇഷ്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്ന എമൗണ്ട് എന്തായിരിക്കും? 72 million into 1/4, അല്ലെങ്കിൽ പോട്ടെ 72 million എടുക്കണ്ട, കാരണം ഇൻ തൗസൻഡ്സ് ആണ് ഫില്ല് ചെയ്യാൻ പറയുന്നത്. അപ്പൊ 72,000 തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ 72,000 into 1/4 അല്ലെ? സോറി, 1/4 അല്ല, 1/5. 145 ബോണസ് ഇഷ്യൂ ആണ്. 1/5 into എത്രയാണ്? 1 ആണ് നോമിനൽ വാല്യൂ. എന്നിട്ട് കിട്ടുന്ന ആൻസർ ആണ് ഇവിടെയും ഇവിടെയും ഫില്ല് ചെയ്യേണ്ടത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് തന്നു. MCQസിലെ ബാക്കിലെ ആൻസർ കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് ബോണസ് ഇഷ്യൂടെ. പക്ഷെ ടാസ്ക് ക്വസ്റ്റ്യൻസിൽ ബോണസ് ഇഷ്യൂടെ എടുത്ത വാല്യൂ തെറ്റാണ്. 1/5 എടുക്കേണ്ട 1/6, 1/7 എന്നൊക്കെയാണ് കാണുക. 1/5 തന്നെ നിങ്ങൾ എടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യൻ നല്ല വൃത്തിക്ക് വായിക്കാം. എന്നിട്ട് ഞാനൊരു 2 മിനിറ്റ് തരുവേ. 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഇത് ചെയ്യുക. ഓക്കെ, 2 മിനിറ്റ് തരുക, അതിന്റെ അധികം എടുക്കരുത്. 2 മിനിറ്റ് തരും, അറിയാവുന്ന പോലെ ഇത് ചെയ്യും. എന്നിട്ട് വേഗം തംസപ്പെടുക. ഓൺലൈനിൽ കാണുന്ന ആൾക്കാർ പോസ് ചെയ്യുക. 2 മിനിറ്റ്സ് കൊണ്ട് ഇത് ചെയ്യാൻ നോക്കുക. ഇതിന്റെ ആൻസർ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ EF company has decided to make a bonus issue of shares of 1 for every 5. അപ്പൊ അപ്പോഴന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 1/5 എന്നുള്ള ലെവലിലുള്ള ആ ഒരു ഫ്രാക്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. The company has 2,050,000 issued ordinary shares. അപ്പൊ 2 million into 1/5 ചെയ്യുക. ഓക്കെ, എന്നിട്ട് into 0.5 ചെയ്തതിന് എന്ത് കിട്ടും? എത്രയാണ് ഓർഡിനറി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തതെന്ന് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നിക്ക് ഷെയർ പ്രീമിയം, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും റിസർവ്, ഈ രണ്ടിൽ നിന്നാണ് ഇത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? റീവാലുവേഷൻ റിസർവ് എന്തായാലും എടുക്കാൻ പറ്റൂല. ഒന്നുകൊണ്ട് എടുക്കാൻ പറ്റാത്ത റീവാലുവേഷൻ എന്ന് പറയുന്നത് അൺറിയലൈസ്ഡ് ആണ്. റീറ്റെയിൻഡ് ഏർണിംഗ്സ് പിന്നെയും റിയലൈസ്ഡ് ആണ്, റീവാലുവേഷൻ അൺറിയലൈസ്ഡ് ആണ്. അപ്പൊ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു റിസർവിന് നമുക്കൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആൻസർ എ ആണ്. ക്ലിയർ? ഓക്കെ ആണെങ്കിൽ റേസ് യുവർ ഹാൻഡ്സ്. തംസ് അപ്പ് ഇട്. 2 മിനിറ്റ്സ് തരും, അതിനുള്ളിൽ ആൻസർ കണ്ടുപിടിക്കും. 2 മിനിറ്റ്സ്, അതിന്റെ അധികം എടുക്കില്ല. റെക്കോർഡ് ചെയ്തില്ലായിരുന്നു, ഒന്നും കൂടി പറയുന്നുണ്ടേ. ഇപ്പൊ ഓക്കെയാ? ഇപ്പൊ എന്റെ സൗണ്ട് ഓക്കെ ആണോ? ഇവിടെ ഇപ്പൊ സൗണ്ട് ഓക്കെയാ? 4 million ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 0.25 cent per ഷെയർ ആണ്. ഓക്കെ, അതിന്റെ മുകളിൽ 6% ഓർഡിനറി ഡിവിഡൻഡ് ഫെബ്രുവരിക്ക് പേ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പം 4 million into 0.25 into
0.06 എത്രയാണ് 60,000 ആണ്. 60,000 എന്ത് ചെയ്യാ ഇവിടെ ഫില്ല് ചെയ്യാം. രണ്ടാമത് പറയുന്നത് ഇന്ററിം ഡിവിഡൻഡ് ആണ്. ഇന്ററിം ഡിവിഡൻഡ് എത്ര പേ ചെയ്യുന്നുണ്ട്? 30,000 പേ ചെയ്യുന്നുണ്ട്. ഇന്ററിം ഡിവിഡൻഡ് ഞാൻ ഓഡിബിൾ അല്ല. ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് വേഗം തംസപ്പെട്ട് ഒന്ന് ആരെങ്കിലും വേഗം പറ, ടൈം വേസ്റ്റ് ചെയ്യില്ലേ. യെസ് അയക്കാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര സമയം വേണം? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഓഗസ്റ്റ് 2006 എത്ര പേ ചെയ്യുന്നുണ്ട്? 30,000 പേ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ടോട്ടൽ എത്രയായി? 90,000 ആയി അല്ലെ? ഇനി പറയുന്നത് നമ്മളെ ഇയറിന്റെ എപ്പോഴാണ് നടക്കുന്നത്? 31 December 2006 നടക്കുന്നത് അല്ലെ? അപ്പൊ ഈ മാർച്ചിൽ തന്നിരിക്കുന്ന വാല്യൂ നമുക്ക് വാലിഡ് ആണോ അല്ലയോ? മാർച്ച് വരുന്നത് നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ ആ. അപ്പൊ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിന് എന്ത് ചെയ്യണ്ട? നമ്മൾ ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 90,000 ആണ് എന്ത് നമ്മളുടെ കറക്റ്റ് ആൻസർ. അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ ഗിവ് എ തംസ് അപ്പ്. ഈ ക്വസ്റ്റ്യന് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ റിക്വയർമെന്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണും ഇതിൽ ഫിനാൻസ് ചാർജ് റിലേറ്റഡ് സംഭവങ്ങൾ മാത്രമേ എടുക്കേണ്ടുള്ളൂ. അതായത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയറിന്റെയും ലോൺ നോട്ട്സിന്റെയും ഇൻട്രസ്റ്റ് മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ അല്ലേ? കെപ്ലാനില് എനിക്ക് കെപ്ലാൻ കഴിഞ്ഞതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ സ്റ്റഡി ഹബിലെ 13th ചാപ്റ്റർ അറ്റൻഡ് ചെയ്യാം. സ്റ്റഡി ഹബിലെ സസ്പെൻസ് എന്തായാലും ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 13th ചാപ്റ്ററും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഇതും ലോൺ നോട്ടിനെ പറ്റിയിട്ടാണ്, ഫിനാൻസ് കോസ്റ്റ് ആണ്. അത് ഓൾറെഡി നമ്മളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ സാധനമാണ്, ഒരു വ്യത്യാസമില്ല. ABC company has issued 400,000 50 cents ordinary share for 550,000 for cash. How should this issue be recorded in the equity shares? ശരിക്കും വെച്ച് കഴിഞ്ഞാല് 400,000 into ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, വലിയ ടഫ് ഒന്നല്ല, ചെറിയൊരു കയ്യിൽ നിന്ന് വീഴുന്നു. ഞാൻ എന്ത് ചെയ്യും? എന്റെ ഫോൺ. ഓക്കെ, ഇപ്പൊ 400,000 50 cents ഓർഡിനറി ഷെയർസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഷെയറിന് 0.5 per ഷെയർ ആണ് കൊടുക്കുന്നത്. 550,000 ഓക്കെ, അപ്പൊ ഇത് ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ എന്താന്ന് കിട്ടും അല്ലെ? ഷെയർ ക്യാപിറ്റൽ എപ്പോഴും നോമിനൽ വാല്യൂ ആണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ 200,000 കിട്ടുന്നുണ്ട്. ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ 550,000 കിട്ടുന്നുണ്ട്. അപ്പൊ റിമൈനിങ് ഡിഫറൻസ് ആണ് എന്ത്? നമ്മളുടെ ഷെയർ പ്രീമിയം, അതായത് നമ്മൾ എക്സ്ട്രാ വാങ്ങുന്ന എമൗണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസപ്പെട്ട് എല്ലാവരും. ഈ ക്വസ്റ്റ്യനില് നിങ്ങൾക്ക് ഓർഡിനറി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ തന്നിട്ടുണ്ട്, പിന്നെ 31 മാർച്ചിന് ഡിക്ലെയർ ചെയ്ത ഡിവിഡൻസ് തന്നിട്ടുണ്ട് അല്ലെ? ആരാണ് കെയറിംഗ് ചെയ്യുന്നത്? 31 മാർച്ചിന് കൊടുത്ത ഡിവിഡൻസ് തന്നിട്ടുണ്ട്. അതേപോലെ 31 ഓക്കെ. അപ്പൊ ഇതില് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? എത്രത്തോളം ഡിവിഡൻഡ് ആണ് പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഇസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഡിവിഡൻസ് പെയ്ഡ് ബൈ ഹുസ്ന കമ്പനി റിലേറ്റഡ് ടു ദ ഇയർ എൻഡ് 31 മാർച്ച് 2009. ഓക്കെ, അപ്പൊ ഓർഡിനറി ഷെയർസിന് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 40% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. മറ്റവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 8% ആണ്. അതെങ്ങനെയാ എനിക്ക് തരുന്നത്? പ്രിഫറൻസ് ഷെയറിന്റെ കൂടെ ഉള്ള ആ ഒരു പെർസെന്റേജ് ആണ് അവരുടെ ഡിവിഡൻഡിന്റെ എമൗണ്ട്. ഇറെഡീമബിൾ ആണ്, അപ്പൊ ലയബിലിറ്റി ഒന്നല്ല, ഷെയർ ക്യാപിറ്റൽ തന്നെയാണ്. അപ്പം ആ 8% എന്നുള്ളതാണ് അവരുടെ ഡിവിഡൻഡ്. അണ്ടർസ്റ്റുഡ്?
അപ്പൊ ഫസ്റ്റത്തെ പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് നമുക്ക് എങ്ങനെയാ കിട്ടുക? 1 million. അതായത് ഈ 1 million ഇൻടു 8% ചെയ്തു ഇൻടു $1 ചെയ്ത് എന്ത് കിട്ടും? പ്രിഫറൻസ് ഷെയറിന് എത്രയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്നുള്ളത് കിട്ടും. ഓക്കെ, പിന്നെയുള്ള ഡിവിഡൻഡ് നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിലുള്ള ഡിവിഡൻഡ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് 270,000. ഓക്കെ, പക്ഷെ 270,000 നമ്മൾ ഓൾറെഡി പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞു. കാരണം പ്രിഫറൻസ് ഷെയർ ഡിവിഡൻസിനാണ് എപ്പോഴും മുൻതൂക്കം. അവർക്ക് കൊടുത്തിട്ടാണ് ഓർഡിനറി ഷെയർസ് എടുക്കുള്ളൂ. കാരണം പ്രിഫറൻസ് ഷെയർ എപ്പോഴും കമ്മിറ്റഡ് ഡിവിഡൻഡ്, അവർക്ക് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. ഓർഡിനറി ഷെയർസ് എല്ലാം കഴിഞ്ഞിട്ടാണ് എടുക്കുക. അവർ ട്രൂ ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. അപ്പം 270,000 മുകളിലത്തെ പ്രിഫറൻസ് ഷെയറിന്റെ ഡിവിഡൻഡ് മൈനസ് ആക്കിയിട്ട് 40% വേണം ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ. ഓക്കെ അല്ലടാ? ഓക്കെ ആണെങ്കിൽ റേസ് യുവർ ഹാൻഡ്സ്. സ്റ്റഡി ഹബിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ് നോക്കാൻ പറ്റുമോ? Husna owns a company that is financed by ordinary shares and preference shares. Details are as follows. 3,50,000 ordinary shares, 1 million 8%, $1 irredeemable preference share. അതില് ഇയർ എൻഡ് 31st മാർച്ചിന് ഡിവിഡൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് ഓർഡിനറി ഡിവിഡൻഡ് 40% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് തന്നിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ 8% എന്നുള്ള ഈ പേരുണ്ടാവുമല്ലോ. പ്രിഫറൻസ് ഷെയറിന്റെ പേരാണ് 8% പ്രിഫറൻസ് ഷെയർ, 9% പ്രിഫറൻസ് ഷെയർ. അപ്പൊ ആ പെർസെന്റേജ് തന്നെയാണ് അവരുടെ ഡിവിഡൻഡ്. ഓക്കെ അല്ലേ? പിന്നെ എന്ത് തന്നിട്ടുണ്ട്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട് 270,000. ഇനി നമ്മളുടെ കമ്പനിയിൽ എപ്പോഴും പ്രിഫറൻസ് ഷെയറിന് കൊടുക്കുന്ന ഡിവിഡൻഡ് കമ്മിറ്റഡ് ആണ്. അതായത് അവർക്ക് എന്തായാലും അത് കൊടുത്തേ പറ്റുള്ളൂ എല്ലാ മാസവും. ഓക്കെ അല്ലേ? എല്ലാ മാസം അല്ല, എല്ലാ കൊല്ലം അവർക്ക് അത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് റേറ്റ് ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. കാരണം പ്രോഫിറ്റിന് ഫസ്റ്റ് കൊടുക്കുക പ്രിഫറൻസ് ഷെയർ ഡിവിഡൻഡ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 1 million ഇൻടു 8% ഇൻടു $1 പെർ ഷെയർ ഈക്വൽസ് എത്ര ഇട്ടാ? വേഗം പറ. 80,000. 80,000. ഇനി നമുക്ക് വേണം ഓർഡിനറി ഡിവിഡൻസ് അല്ലെ? ഓർഡിനറി ഷെയർസിന്റെ ഡിവിഡൻസ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റിന്റെ ആഫ്റ്റർ ടാക്സിന്റെ 270,000ന്റെ സോറി നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന്റെ 70% ആണ് ആഫ്റ്റർ ഗിവിംഗ് ഓൾ ദ ഡിവിഡൻസ്. ഓക്കെ, അപ്പൊ 270,000 നമ്മൾ എത്ര ഡിവിഡൻസ് ഓൾറെഡി കൊടുത്തു? 80,000 നമ്മൾ മാറ്റി വെച്ചു. അപ്പൊ അതും കഴിഞ്ഞിട്ടുള്ള 40% ആണ് ആർക്ക് കൊടുക്കുക? ഓർഡിനറി ഷെയർസിന് കൊടുക്കുക. അപ്പൊ എത്രയാണ്? വേഗം പറ. 270,000 മൈനസ് 80,000 ഇൻറ്റു 0.4 അല്ലെങ്കിൽ 40%, 76,000. ഇപ്പൊ ടോട്ടൽ ഡിവിഡൻസ് പെയ്ഡ് ഔട്ട് എത്രയാണ്? 156,000. ഓക്കെ, കണ്ടോ? ഓക്കെ അല്ലേ? അത് ഓക്കെ ആണെങ്കിൽ എല്ലാരും ബാങ്ക് റീകൺസിലേഷൻ ഏതാ? As at 31st December 2007. Debit balance as per bank statement 1,500 ആണ്. ചെക്ക് നോട്ട് യെറ്റ് പ്രസന്റഡ്. പ്രസന്റ് ചെയ്യാത്ത ചെക്ക് ഉണ്ട്. ഇത് ഇവര് രണ്ട് സൈഡാക്കിയിട്ടാണ് മാറ്റിയല്ലേ? അതായത് ഇത് ക്യാഷ് ബുക്കും
ഇത് സ്റ്റേറ്റ്മെന്റും ആണേ. മാം സ്ക്രീനിലില്ല. എങ്ങനെ? അയ്യോ സോറി. അപ്പൊ നേരത്തെ സ്ക്രീൻ ഉണ്ടായിട്ടില്ല? നേരത്തെ ഉണ്ട്, ഇപ്പൊ ചെയ്യുന്നു. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. ഈ സാധനം നെഗറ്റീവ് ബാലൻസ് ആണ്. ഓക്കെ, 1500 നെഗറ്റീവ് ബാലൻസാ. മനസ്സിലായാ? എന്തുകൊണ്ടാണ് നെഗറ്റീവ് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റാ. മനസ്സിലായാ? നമ്മളിപ്പോ ഒരു ഗൂഗിൾ പേയില് എമൗണ്ട് ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്താ മെസ്സേജ് വരുത്തുക? ഇത്ര എമൗണ്ട് ഹാസ് ബിൻ ഡെബിറ്റഡ് ഫ്രം യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ വരുത്തുക, അല്ലേ? അപ്പൊ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? നെഗറ്റീവ് ബാലൻസാ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ ഡോ, ഇത്രയും ഓക്കെ അല്ലേ? അണ്ടർസ്റ്റുഡ്? ഞാൻ ആരോട് പറഞ്ഞു? ഓക്കെ, ഇത് ഇവര് ഓൾറെഡി ഫില്ല് ചെയ്ത് ഇവിടുന്ന് എടുത്തിട്ട് ഓൾറെഡി ഫില്ല് ചെയ്ത സാധനമാണ് ഇത്. ഓക്കെ, ഇപ്പൊ 1500 മോളിൽ തന്നെ എടുത്തിട്ട് ഫില്ല് ചെയ്താണേ താഴോട്ടേക്ക്. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? കസ്റ്റമറുടെ ചെക്ക് എന്ത് ചെയ്തു? റിട്ടേൺ ആയിട്ടുണ്ട്, അല്ലെ? കസ്റ്റമറുടെ ചെക്ക് എന്തായിട്ടുണ്ട്? റിട്ടേൺ ആയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? കസ്റ്റമർ നമുക്ക് എന്ത് പേ ചെയ്യണം? പേ ബാക്ക് ചെയ്യണം. അല്ലെങ്കിൽ പോട്ടെ, നിങ്ങളുടെ ഈ ചെക്ക് നോട്ട് പ്രസന്റഡ്, സോറി ഫസ്റ്റ് പറയാൻ മറന്നു, ചെക്ക് നോട്ട് യെറ്റ് പ്രസന്റഡ് എന്ന് പറയുമ്പോൾ 2400 പ്രസന്റഡ് അല്ല. ഓക്കെ, 2400 പ്രസന്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ 2400 എന്ത് ചെയ്യണം? നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ നിന്ന് ബാലൻസ് വീണ്ടും പോകും, അല്ലെ? അപ്പൊ ടോട്ടൽ എത്രയായിട്ട് മാറി? 2400 പ്ലസ് 1500 എത്രയാ? നെഗറ്റീവ് എത്ര വരാ? എത്രയുടെ വരാ? വേഗം പറ. നെഗറ്റീവ് 3900. നെഗറ്റീവ് 3900 അല്ലെ? ഇനി ലോഡ്ജ്മെന്റ്സ് നോട്ട് ക്ലിയർഡ്. ലോഡ്ജ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മള് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ബാങ്കിന് ചെക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ബാങ്ക് ഇനി എന്ത് ചെയ്തില്ല? അത് ക്ലിയർ ആക്കണം. എത്ര? അപ്പൊ ബാങ്ക് എത്രത്തോളം ക്ലിയർ ആക്കണം? 3400ഓളം ക്ലിയർ ആക്കണം. ഓക്കെ, അപ്പൊ ബാങ്കിന്റെ ബാലൻസ് ഇപ്പൊ എത്രയാ? നെഗറ്റീവ് എത്രയാ വരാ? 500 അല്ലെ? നെഗറ്റീവ് 500 എന്ന് പറയുമ്പം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ അതെന്തായി മാറി? ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് മാറി. സോറി, ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് മാറി. അണ്ടർസ്റ്റുഡ്? ഓക്കെ ആണെങ്കിൽ വേഗം തംസപ്പ് ഇട്ടെ. അതായത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്താന്നുള്ളത് കിട്ടി. ഇനി ചെക്ക് അൺപെയ്ഡ് ബൈ കസ്റ്റമേഴ്സ് ബാങ്ക്. കസ്റ്റമറുടെ ബാങ്ക് എന്ത് ചെയ്തില്ല? നമ്മള് പേയ്മെന്റ് പോകുന്നു വിചാരിച്ചത്, അതായത് പിന്നെ കസ്റ്റമറുടെ ബാങ്കിൽ നിന്ന് പേയ്മെന്റ് നടത്തിയില്ല, അല്ലെ? അപ്പൊ ഇനി അത് എന്ത് ചെയ്യണം? അതായത് നമ്മളുടെ ബാങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് കസ്റ്റമറുടെ അടുത്ത് നിന്ന് കിട്ടിയത് നമ്മൾ ഇനി എന്ത് ചെയ്തില്ല? ബാങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ്? ആ 1000 കൂടി. അപ്പൊ ടോട്ടൽ എത്രയാണ്? 1500 ആണ്. 1500 എവിടെ പോകും? ക്രെഡിറ്റ് സൈഡ് തന്നെ പോകും. ക്ലിയർ? എടാ, കസ്റ്റമറുടെ പൈസ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം പോയിട്ട് ഡെബിറ്റിൽ റെക്കോർഡ് ചെയ്തു. ഓക്കെ, പക്ഷേ ആ ഒരു ചെക്ക്
കസ്റ്റമർ എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ കസ്റ്റമറുടെ ബാങ്കിലേക്ക് അത് പോയിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് അടിക്കണ്ടേ? ഇപ്പൊ റിവേഴ്സ് അടിച്ചു. റിവേഴ്സ് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എത്ര ബാലൻസ് ഉണ്ട്? ക്രെഡിറ്റ് ബാലൻസ് 1500 ആയിട്ട് മാറി. ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ് അഗൈൻ. ഇവിടെ ഒന്നുമില്ല, ഈ അൺപെയ്ഡ് റിട്ടേൺഡ് എന്നെല്ലാം പറഞ്ഞോണ്ടല്ലേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയത്. ഇതിനെ ഡിസോണർ ആയിട്ട് ചിന്തിച്ചാൽ മതി. മനസ്സിലായ? അപ്പൊ നമ്മള് കൊടുത്ത കസ്റ്റമർ തന്ന ചെക്ക് നമ്മൾ കൊടുത്തപ്പോ തന്നെ നമ്മൾ ബാങ്ക് കൂട്ടിയതായിട്ട് കാണിച്ചു. പക്ഷെ ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതേ സാധനം ഡെബിറ്റ് ചെയ്തത് ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യും. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തംസ് അപ്പ്. സിമ്പിൾ, ഒന്നുമില്ല, ഡിസോണർ ആന്ന് വിചാരിച്ചാൽ മതി.